Yes, fine. Very good. So പറഞ്ഞു വന്ന പോലെ വെൽക്കം ബാക്ക് ടു ടുഡേ സെഷൻ. ഇന്നത്തെ സെഷനിലേക്ക് എന്ത് ചെയ്യാണ്, നിങ്ങളെ ക്ഷണിക്കുകയാണ്. പറഞ്ഞതുപോലെ എന്താണ് നമ്മളുടെ ട്രോമ അല്ലെങ്കിൽ നമ്മളുടെ പെയിന്, നമ്മൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ, സംഗതികൾ, കാര്യങ്ങളെല്ലാം അത് ആക്ച്വലി എങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിൽ നമ്മളെ ഈ രൂപത്തിലേക്ക് ഒരു പരീക്ഷണത്തിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത്, എന്തിനാണ് നമ്മളത് അനുഭവിക്കുന്നത്? അത് നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ വല്ലാണ്ട് പെയിൻ അനുഭവിക്കുമ്പോൾ, വല്ലാണ്ട് പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ട്രോമയാണ്, സംഗതിയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ അതൊരു ഇത്തരത്തിലുള്ള ഒരു ക്ലാസ്സിലേക്ക്, ഒരു അവയർനെസ്സിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ന് വെച്ചാൽ വി ഹാവ് ടു എൻഡ് ദ ട്രോമ. ആ ട്രോമ നമ്മൾ എൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ അതിൽ നിന്ന് ഫ്രീ ആവണം. നമ്മളൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതായിരിക്കാം, പക്ഷെ നമ്മളിൽ നിന്നൊരു പാവപ്പെട്ട കുടുംബം വരരുത് എന്ന് പറയുന്നൊരു ഡയലോഗ് പോലെ, നമ്മൾ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ കൂടെ കടന്നു വന്നതായിരിക്കാം. നമ്മളിൽ നിന്നൊരാൾ ഇനി എന്ത് ചെയ്യരുത്, ട്രോമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ എക്സ്പീരിയൻസിലൂടെ കടന്നു വരുന്നത്. ഇനി എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ ട്രോമയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായേക്കാം. അതുപോലെ പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആവശ്യമാണ്. അതാണ് ഹോപ്പ് എന്ന് പറയുന്നത്, പ്രതീക്ഷ. പലപ്പോഴും പല ആൾക്കാർക്കും എന്താ വെച്ചാൽ പ്രതീക്ഷയുടെ ബെനഫിറ്റ് എന്താണെന്ന് അറിയില്ല, പ്രതീക്ഷ കൊണ്ട് നടക്കുന്നതിൻ്റെ ബെനഫിറ്റ് എന്താണെന്ന് അറിയില്ല, എങ്ങനെ പ്രതീക്ഷ കൾട്ടിവേറ്റ് ചെയ്യാന്നറിയില്ല. വല്ലാണ്ട് സ്റ്റക്കായിട്ട്, വല്ലാണ്ട് എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന, ഇനി ഞാനില്ല, എനിക്ക് മതിയായി, എനിക്ക് വയ്യ, എനിക്കിനി വയ്യ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. യെസ് ഓർ നോ? ഡു യു അഗ്രി വിത്ത് മീ? പരമാവധി ആൾക്കാർ എന്ത് വീഡിയോയിൽ വരും കേട്ടോ, ജസ്റ്റ് ബി ഹിയർ ഇൻ വീഡിയോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, പ്രയാസത്തിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, സങ്കടങ്ങളിലൂടെ, വിഷമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ there is a hope. പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ നമുക്കെല്ലാവർക്കും അറിയാം, പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുള്ള സിനിമ നജീബ് ക എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥ പറയുന്ന ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷയുടെ ഒരു കാര്യമാണ്. അത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ എന്താ വെച്ചാൽ ആ കഥ, ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ചവർക്ക് അറിയാം, അതൊരു പ്രതീക്ഷയുടെ, സർവൈവലിൻ്റെ, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, എങ്ങനെയെങ്കിലും ജീവൻ തിരിച്ചു പിടിക്കണം, ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിലേക്ക് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ പ്രതിരോധത്തിൻ്റെ, പ്രതീക്ഷയുടെ ഒരു കഥ കൂടിയാണത്. രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ്റെ, അല്ലെ, ആ മരുഭൂമിയിലൂടെ ആ കഥയിൽ നിങ്ങൾക്ക് വായിച്ചാൽ അറിയാൻ പറ്റും. ആ മനുഷ്യൻ ഓടുമ്പോൾ, തൊട്ടടുത്തുള്ള ആൾ മരണപ്പെടുമ്പോൾ, എന്നിട്ടും പ്രതീക്ഷയോട് കൂടിയിട്ട് സ്വന്തം കുടുംബത്തിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രതീക്ഷ. ഇപ്പം എല്ലാം തീർന്നു എന്ന് പറയുന്നിടത്ത് ഇല്ല, ഒന്നും തീർന്നിട്ടില്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ, ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ് എന്നുള്ളത് നമുക്ക് വല്ലാത്ത ഒരു എന്താ പറയുക, മനസ്സിലാവുണ്ടോ പ്രതീക്ഷ? അപ്പോൾ പ്രതീക്ഷയ്ക്ക് അത്രയ്ക്കും പവർഫുൾ. എന്താണ് പ്രതീക്ഷ? അപ്പോൾ ഈ ഹോപ്പ് റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസർച്ച് സെൻറ്റർ നടത്തുന്ന ഹെൽമാൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പറയുന്നുണ്ട് ഇതിനെപ്പറ്റി, ഈ പറഞ്ഞിരിക്കുന്ന ഹോപ്പിനെ പറ്റി. ഓക്കെ, ഹോപ്പ് എങ്ങനെയാണ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക, ഏത് രീതിയിലാണ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമുക്കതിനെങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലൈഫിൽ വലിയൊരു ഷിഫ്റ്റ് കൊണ്ടുവരാൻ നമുക്കതെങ്ങനെ സഹായിക്കും? അപ്പോൾ നിങ്ങളെല്ലാവരെയും എന്താ വെച്ചാൽ ആ ഹോപ്പിൻ്റെ സെഷനിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ലെറ്റ്സ് ബിഗിൻ. ഹോപ്പ്, പ്രതീക്ഷ. എന്താണ് ഹോപ്പ്? It's one of the most powerful and essential human mindset and possible to achieve even when it is out of reach. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പവർഫുൾ ആയിട്ടുള്ള, അത്യാവശ്യമായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് വെച്ചാൽ ഹോപ്പ് എന്ന് പറയുന്നത്. അത് പവർഫുൾ ആയിട്ടുള്ള, വളരെ ശക്തിയുള്ളൊരു സംഗതിയാണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഹ്യൂമൻ മൈൻഡ് സെറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തി നിറഞ്ഞിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റ്.
ആൻഡ് പോസിബിൾ ടു അച്ചീവ് ഈവൻ വെൻ ഇറ്റ് ഈസ് ഫീൽ ഔട്ട് ഓഫ് റീച്ച്. അതൊരിക്കലും കിട്ടില്ല എന്ന് വിചാരിക്കുമ്പോൾ പോലും എന്താണോ അത് കിട്ടാൻ നമ്മളെ സഹായിക്കുന്ന, എൻ്റെ ആഗ്രഹങ്ങൾ നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, അത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുമ്പോൾ ആകെ അതിനെ സഹായിക്കുന്ന, നമ്മളെ ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും നടക്കാതെ വരുമ്പോൾ നമ്മളെ അതിൽ പിടിച്ചു നിർത്തുന്ന ഒരേ ഒരു കാര്യമാണ് പ്രതീക്ഷയാണ്. ഹോപ്പ് ഈസ് എ വേ ഓഫ് തിങ്കിങ്. അതൊരു വേ ഓഫ് തിങ്കിങ് ആണ്. അതൊരു വേ ഓഫ് തിങ്കിങ് ആണ്. അതെങ്ങനെയാണ് ചിന്തിക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമുക്ക് വാട്ട് ഈസ് ദ മീനിങ് ദാറ്റ് വി ക്യാൻ ഗിവ്? ആ സമയത്ത് നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എഴുതി വെച്ചോളൂ. ഇപ്പോൾ നടന്നു പോകുന്ന സിറ്റുവേഷൻ, ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹെൽപ്ഫുൾ ഫോർ മീ. എഴുതി വെക്കുക. ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ, ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ എങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു? എന്തോ രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊന്ന് പോസിറ്റീവ് ആകണം എന്നുള്ളതാണ്. പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ, ഇത് എന്തോ ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ് എനിക്കിവിടെ വന്നിരിക്കുന്നത്. എന്നെ എന്തോ പഠിപ്പിക്കാനായിരിക്കാം. ഈ പ്രതിസന്ധി, ഈ പ്രയാസം എനിക്ക് വന്നിരിക്കുന്നത് എന്തോ പഠിപ്പിക്കാനായിരിക്കാം. എന്തോ ഒരു കാരണം ഇതിലുണ്ടാകാം. ഇതെന്തോ എന്നെ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന ഒരു സംഗതി നമ്മളെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കണം. എന്തോ എന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വന്നതാണ്, എന്നെ കൂടുതൽ കരുത്തനാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതായിരിക്കാം. ഞാൻ ഇത് പഠിക്കേണ്ട പാഠമായിരിക്കാം. ഞാൻ ഒരുപാട് കാലമായിട്ട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരുപാട് മിസ്റ്റേക്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പഠിക്കേണ്ട പാഠത്തിനാണ് ഈ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഈ പ്രയാസം, ബുദ്ധിമുട്ട് എനിക്ക് തന്നിരിക്കുന്നത്. ക്ഷമയോടുകൂടിയിട്ട് കാത്തിരിക്കണം. അല്ലെങ്കിൽ ക്ഷമയോടുകൂടി ഞാൻ ഇതിലൂടെ കടന്നു പോകണം. ഇങ്ങനെ പറയാ, യു ഗ്രോ ത്രൂ വാട്ട് യു ആർ ഗോയിങ് ത്രൂ. ഭയങ്കര പവർഫുൾ ആണ്. യു ഗ്രോ ത്രൂ വാട്ട് യു ആർ ഗോയിങ് ത്രൂ. നിങ്ങൾ എന്തിലൂടെയാണോ കടന്നു പോകുന്നത്, അതിലൂടെ നിങ്ങൾ നിങ്ങളെ അറിയുകയാണ്, നിങ്ങളെ മനസ്സിലാക്കുകയാണ്, നിങ്ങളെ പഠിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട ക്ഷമ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണ്, കരുത്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണ്. യു ആർ ഗ്രോയിങ് ത്രൂ വാട്ട് യു ആർ ഗോയിങ് ത്രൂ. നിങ്ങൾ എന്തിലൂടെയാണോ കടന്നു പോകുന്നത്, അതിലൂടെ നിങ്ങൾ വളരുകയാണ്. ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് 2 വഴികളുണ്ട്. ഒന്നുകിൽ യു ക്യാൻ ഗ്രോ, നിങ്ങൾക്കൊന്നുകിലൂടെ എന്ത് ചെയ്യാം, വളരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തളരാം. either you can grow or go. എല്ലാം ഇട്ടച്ചിട്ട് പോകാം, അല്ലെങ്കിൽ വളരാം. 2 വഴികളുണ്ട്. പ്രയാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, കാരണം എനിക്ക് ഒരുപാട് മെസ്സേജ് വരും. നമ്മൾ ഈ മോർണിംഗ് ക്ലാസ് ഞാൻ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഐ ആം ഗെറ്റിംഗ് ലോഡ് ഓഫ് മെസ്സേജസ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള പല ആൾക്കാരും, സാർ ഞാൻ ഇങ്ങനെ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, ഞാൻ ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, ഈ രൂപത്തിൽ കടന്നു പോകുന്നുണ്ട്, എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്. എനിക്ക് ഇത്രയും മെസ്സേജുകൾ, ചില ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ വലിയ മെസ്സേജുകൾ അയക്കുന്നത്, 4 മിനിറ്റ് 5 മിനിറ്റ്. ഇതെല്ലാം കൂടെ കാണുമ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നി ഇങ്ങനൊരു സെഷൻ എടുക്കണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, യു ആർ ഗ്രോയിങ് ത്രൂ. ദർ ഈസ് എ റീസൺ ഫോർ ദാറ്റ്. നിങ്ങളിലൂടെ ആ പ്രയാസം വരാൻ ഒരു കാരണമുണ്ട്. നിങ്ങൾക്ക് ആ പ്രയാസം വന്നു ചേരാൻ ഒരു കാരണമുണ്ട്. ആ കാരണം എന്തായിരിക്കും? ഇത് എന്താണ് എന്നെ പഠിപ്പിക്കുന്നത്? ഇത് എന്താണ് എന്നോട് സംസാരിക്കുന്നത്? ഈ പ്രശ്നം എന്നോട് എന്താണ് സംസാരിക്കുന്നത്? ഈ പ്രശ്നം ഇത് എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഒന്ന് എഴുതി വെക്കുക. ദിസ് ഈസ് എ പ്രോസസ്. നിങ്ങൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സാണ്. എഴുതി വെക്കേണ്ട പ്രോസസ്സാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ട്രൈ ടു ഫൈൻഡ് ഔട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് കണ്ടെത്തേണ്ട എന്തോ ഒരു നല്ലതുണ്ട്. ആ നല്ലതെന്താണ്? ഇതിലെന്തോ ഒരു നല്ലതുണ്ട്. അതെന്താണ്? ഡെലിബറേറ്റ്ലി, മനഃപൂർവ്വം തെരഞ്ഞ് കണ്ടുപിടിക്കണം. പ്രശ്നങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ, കാരണം ഹോപ്പ് ഡെവലപ്പ് ആവുന്നത് അപ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടെങ്കിലേ ഹോപ്പിലേക്ക് എത്തുള്ളൂ. ആദ്യം നമുക്ക് ഈ ഹോപ്പ് ഇല്ലാതാകുമ്പോൾ, പ്രതീക്ഷ ഇല്ലാതാകുമ്പോൾ, പ്രയാസം, ബുദ്ധിമുട്ടുകൾ, പെയിനും വല്ലാണ്ട് വരുമ്പോൾ, നമ്മൾ ആദ്യം നമ്മൾക്കെന്ത് വെച്ചാൽ എന്താണ് ഇതിലുള്ളത് നല്ലത് എന്നുള്ള ഒരു പോസിറ്റീവ് ഫീലിംഗിലേക്ക് നമ്മൾ വരാൻ ശ്രമിക്കണം. എന്തോ ഇതിലുണ്ട്. കീപ് ലുക്കിംഗ്. അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക.
അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താണ് അത് അത് ഇത് എന്താണ് എന്നെ പഠിപ്പിക്കുന്നത്, ഇതെന്തിനാ വന്നിരിക്കുന്നത്? ജസ്റ്റ് കീപ് ലുക്കിംഗ്. അപ്പൊ നിങ്ങൾ സം പോസിറ്റിവിറ്റി കാണും, എന്തെങ്കിലും ഉണ്ടാകും. ഇത് വന്നതുകൊണ്ട് എൻ്റെ അഹങ്കാരം കുറച്ച് കുറഞ്ഞു, അല്ലേ? ഈ പരാജയം നേരിട്ടതുകൊണ്ട് ഈ ബിസിനസ് പരാജയപ്പെടുന്നവരുണ്ട്, ബുദ്ധിമുട്ട്. ഈ പ്രയാസം ഇതുകൊണ്ട് എൻ്റെ അഹങ്കാരം കുറച്ച് കുറഞ്ഞു. വേറെന്താ സംഭവിച്ചത്? ഞാൻ കുറച്ച് ക്ഷമയുള്ളവനായി, ഞാൻ കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആകാൻ പോവുകയാണ്. അത്തരത്തിലുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ഇതിനു മുൻപ് അങ്ങനത്തെ ഒരു ബോധം ഉണ്ടായിരുന്നില്ല. ഒരു ബോധമില്ലാതെ, ഒരു സീരിയസ്നെസ് ഇല്ലാതെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, മിസ്റ്റേക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യാതൊരു കറക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു, അച്ചടക്കം ഉണ്ടായിരുന്നില്ല, എന്തൊക്കെയോ ഒരു ജീവിതമായിരുന്നു. യെസ് ഓർ നോ? Am I right? ആ പ്രയാസത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ചു കയറി വരുന്നു. ഇത് വന്നത് ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഈ പ്രയാസം എന്താണ്? അതൊരു ബ്ലെസ്സിങ് ആണ്, ഇതൊരു അനുഗ്രഹമാണ്. എന്നിലേക്ക് എൻ്റെ ജീവിതം എനിക്ക് മാറ്റിമറിക്കാനുള്ള ഒരു അവസരമാണ്. ചില സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, പ്ലീസ് ഹെൽപ്പ് മീ. ആരോടെന്നറിയില്ല. ആരെങ്കിലും എന്നെ വന്നൊന്ന് ഹെൽപ്പ് ചെയ്യോ? ഐ ആം ഇൻ ദിസ് ഡീപ് പിറ്റ്. ഞാൻ ഈ പടുകുഴിയിലാണ്. ഞാൻ വല്ലാണ്ട് പ്രയാസത്തിലാണ്. എനിക്ക് തന്നെ രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അപ്പൊ രക്ഷപ്പെടണമെങ്കിൽ നമുക്കൊക്കെ ഒരു കാരണം ചിലപ്പോൾ വേണം, ഒരു തള്ളു വേണം, ഒരു പുഷ് വേണം. ആ പുഷിന് ഏറ്റവും നല്ല സംഗതിയാണ് ഒരു മനുഷ്യൻ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റേജിലൂടെ കടന്നു പോകുക എന്ന് പറയും. പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴാണ് മാനസാന്തരം സംഭവിക്കുന്നത്, തിരിച്ചറിവുണ്ടാകുന്നത്. ഡീപ്പ് പെയിനിൽ നിങ്ങൾ പെട്ടോ, നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾ പെട്ടൊക്കെയല്ല, നിങ്ങൾ രക്ഷപ്പെട്ടൊക്കെ. യു ഗോട്ട് ഇറ്റ്? ഏറ്റവും വലിയ പെയിനിൽ നിങ്ങൾ കടന്നുപോയോ, ദാറ്റ്സ് എ സൈൻ. അതൊരു അടയാളമാണെന്ത്? നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ്. കാരണം മതി, ഇനഫ് ഈസ് ഇനഫ്. ഇനി വയ്യ ഇങ്ങനെ ഇരിക്കാൻ, ഇനി വയ്യ ഇങ്ങനെ മടി പിടിച്ചിരിക്കാൻ, ഇനി വയ്യ എനിക്ക് ഇനി ഈ പ്രയാസത്തിലൂടെ കടന്നു പോകാൻ, ഇനി വയ്യ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തീരുമാനമെടുക്കും. അത്രയും കാലം തീരുമാനമെടുക്കാൻ കഴിയാതെ ശങ്കിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് ആശങ്കയിലൂടെ പ്രയാസത്തിലൂടെ പേടിച്ച് നിന്നിരുന്ന നിങ്ങൾ ഫൈനലി യു വിൽ ടേക്ക് എ ഡിസിഷൻ. യെസ്, ഐ എം ഡൺ. ഇനഫ് ഇസ് ഇനഫ്. മതി എന്ന് പറഞ്ഞാൽ മതി. ഇനി ഈ ജീവിതമായിട്ട് ഈ രൂപത്തിൽ ഇങ്ങനെ ഈ പ്രയാസത്തിലൂടെ ഈ മടി പിടിച്ച് ഈ രീതിയിലൂടെ കടന്നു പോകാൻ എനിക്ക് വയ്യ എന്ന ഒരു അവസ്ഥയിൽ നിങ്ങളെത്തും. ആൻഡ് ദാറ്റ്സ് ദ പോയിന്റ്. അവിടെ നിന്നാണ് നിങ്ങൾ തിരിച്ചു വരവ് തുടങ്ങുന്നത്, ദ കം ബാക്ക്. അവിടെ നിന്നാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയവന് ഉണ്ടാകുന്ന ഒരു ധൈര്യമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ഇനിയിപ്പോ എന്താ ഇതിലും വലുത് സംഭവിക്കാനുള്ളത്? തിരിച്ചു പിടിക്കണം. അപ്പൊ ആ തിരിച്ചു പിടിക്കലിന് നമ്മൾക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇത് നമ്മുടെ പെയിൻ എന്താണോ പ്രയാസം, അവിടെയാണ് ഹോപ്പ് എന്ന് പറയും. അപ്പൊ നമുക്കൊരു മീനിങ് വരും. അപ്പൊ നമുക്കൊരു എന്താ പറയാ, മതി ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോഴാണ് ഹോപ്പ് നഷ്ടപ്പെടുന്നത്. നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്പൈറൽ ഓഫ് തിങ്കിങ്ങിലേക്ക് പോകുമ്പോൾ, വല്ലാണ്ട് ടെൻഷൻ അടിക്കുമ്പോൾ, വല്ലാണ്ട് ഞാൻ ഇങ്ങനെയാണ് അപ്പൊ നമ്മളെ വീക്കാക്കുകയാണ്. നെഗറ്റിവിറ്റിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളെ വീക്കാക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ വീക്കാക്കുമ്പോൾ നമുക്ക് ആക്ഷൻ എടുക്കാൻ തീരെ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. യെസ് ഓർ നോ? ഹലോ? ഓക്കെ. അപ്പൊ നമ്മൾ വീക്കാക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് നമ്മളെ തിരിച്ച് കയറ്റി കൊണ്ടുവരണം, കൈ പിടിച്ച് നമ്മൾ കൊണ്ടുവരണം. ഹൗ ഡു വി ഡു ദാറ്റ്? നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു വഴിയാണ്, നമ്മൾ ചെയ്യുന്നത് ഈ രൂപത്തിൽ എന്താ വെച്ചാൽ ആൾക്കാരെ നമ്മൾ എന്തിനാണോ കടന്നു വന്നിരിക്കുന്നത് അതിൽ നമുക്കൊരു ആശ്വാസം കണ്ടെത്താൻ, ഇത് നല്ലതാണ്, ഇതെന്നെ ഈ രൂപത്തിലേക്കാക്കി, ഇതെനിക്ക് ഈ തീരുമാനമെടുക്കാൻ സഹായിച്ചു. നിങ്ങൾ ചിലപ്പോൾ മനസ്സ് കല്ലായി പോയിട്ടുണ്ടാവും, ഒന്നും ഫീൽ ചെയ്യാൻ കഴിയാതെ, ഒരു പ്രത്യേക രീതിയിൽ ജീവിച്ച് നിങ്ങളോട് വല്ലാത്ത വെറുപ്പും, ഒരു സുഖവും ഇല്ല, ഒരു ഇംപ്രഷനും ഇല്ല, ഒരു സ്നേഹമില്ല. നിങ്ങൾക്ക് നിങ്ങളെ കണ്ടുകൂടാ, നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഒരുപാട് പ്രശ്നത്തിൽ അകപ്പെട്ട് കുറേ പൊട്ടത്തരങ്ങളിൽ ചെന്ന് ചാടി, മണ്ടത്തരങ്ങളിൽ ചെന്ന് ചാടി, പ്രയാസങ്ങളിൽ ചെന്ന് ചാടി, ശരിയായ തീരുമാനമെടുക്കാതെ നിങ്ങൾ നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും ചതിക്കുഴികളിൽ നിങ്ങൾ ചെന്ന് ചാടി, പ്രയാസങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ട്
ആ കടന്നു പോകുന്ന നിങ്ങൾ അവസാനം സ്വയം വെറുത്തു തുടങ്ങും. ആ സ്വയം വെറുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാത്തൊരു എന്താ പറയുക, ഒരു 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 ഇഷ്ടമില്ലാത്ത, ഉള്ളിൽ നിങ്ങളോടൊരു ഇഷ്ടമില്ലാത്ത, ഒരു സ്നേഹമില്ലാത്ത ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോവുകയും, ആ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ കല്ലായിപ്പോവും. മനസ്സ് ഒരു ഇമോഷൻസും, കരയാൻ ആഗ്രഹം ഉണ്ടാകും, കരയാൻ കഴിയുന്നില്ല. ഒന്ന് മനസ്സ് പൊട്ടി കരഞ്ഞാൽ തന്നെ ഒരു ആശ്വാസം, അതുപോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടാവും. എൻ്റെ ഒരു 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 സുഹൃത്ത്, ഞാനിങ്ങനെ ഒരു ഒരു എൻ്റെ വാഹനം സർവീസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി. അപ്പോൾ അവിടെ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് എന്നോട് സംസാരിച്ചു. അപ്പോൾ അവനെ കണ്ടപ്പോൾ വല്ലാത്ത വിഷമത്തിലാണ് അവൻ. ഞാൻ അവനെ കണ്ട് സംസാരിച്ച സമയത്ത് അവന് വല്ലാത്ത പെയിനാണ് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ. അവൻ കുറേ കാലമായി അവൻ പറയാണ്, ഞാൻ അവനെ കണ്ട് സംസാരിച്ച് അവൻ്റെ കഥകളൊക്കെ പറഞ്ഞു. ആ കഥകൾ ഞാൻ പറയുന്നില്ല. കഥകളൊക്കെ പറഞ്ഞ് സംസാരിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നി അവനൊരു തെറാപ്പി ചെയ്തു കൊടുക്കണം. ഞാനങ്ങനെ അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് അവന് EFT തെറാപ്പി ചെയ്തു കൊടുത്തു. അപ്പോൾ EFT തെറാപ്പി ഞാൻ ചെയ്തു കൊടുക്കുകയാണ്. ഞാൻ ടാപ്പ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവനോട് സംസാരിക്കുമ്പോൾ അവൻ പറയാണ്, ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ, നിനക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് ഒറ്റയടിക്ക് കണ്ണ് തുറന്നിട്ട് പറയാ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വെറുക്കുന്ന ആൾ ഞാനാണ്. ഞാനാണ് എന്നെ ഏറ്റവും വെറുക്കുന്നത്. എനിക്ക് എന്നെ ഇഷ്ടമല്ല. എനിക്ക് എന്നോട് താല്പര്യമില്ല. എനിക്ക് എന്നിൽ തീരെ താല്പര്യമില്ല. എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അവിടെയാണ് പ്രശ്നം ചെന്നെത്തിയിരിക്കുന്നത്. അവൻ വീക്കായി മരവിച്ചിരിക്കുക. കരയാൻ കഴിയുന്നില്ല. അങ്ങനെ അവസാനം അവനെ ടാപ്പ് ചെയ്ത് ഹീൽ ചെയ്ത് സ്വയം ഭാരം തോന്നുന്ന അവസ്ഥ. യെസ്, നമ്മൾ തന്നെ ഒരു വല്ലാത്ത, ഈ ഭൂമിക്ക് ഭാരമാണ്, നമുക്ക് ഭാരമാണ് എന്ന് തോന്നുന്നൊരവസ്ഥ. അങ്ങനെ അവസാനം എന്താ വെച്ചാൽ ആളെ പിടിച്ചിട്ട് ടാപ്പ് ചെയ്ത് പതിയെ ആ ഒരു സെൽഫ് ലവ് ഉള്ളിലേക്ക് കൊണ്ടുവന്നു പ്രാക്ടീസ് ചെയ്തെടുത്ത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ കുറച്ച് ഞാൻ എന്നിട്ട് വല്ലാണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ നാളങ്ങ് ഫ്രീ ആയി. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്വയം വെറുപ്പും സംഗതികളും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സ് തുറന്ന് കരയാൻ പോലും ചിലപ്പോൾ നമുക്ക് പറ്റില്ല. ചില നേരത്തെ കണ്ണുനീർ, ചില നേരത്തെ വല്ലാത്ത പ്രയാസത്തിലൂടെ കടന്നു പോയിട്ട് അത് നമുക്കൊരു ചില നേരത്തെ ഒരു കരച്ചിലുണ്ട്. എല്ലായ്പ്പോഴും കരയുക എന്നുള്ളതല്ല കേട്ടോ ഉദ്ദേശിച്ചത്. കരച്ചിൽ ഒരു ഭയങ്കരതാണ് എന്ന്, ആശ്വാസമാണ് എന്ന് വിചാരിച്ച് അതിങ്ങനെ ട്രോമാറ്റിക് ആകുന്ന രൂപത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അതല്ല. മാനസാന്തരം വരുത്തുന്ന, ഉള്ളറിഞ്ഞുള്ള, ഉള്ള് കഴുകിക്കളയുന്ന, മനസ്സറിഞ്ഞ് ഇനി എനിക്ക് വയ്യ, സ്വയം സമർപ്പിക്കുന്ന, കരഞ്ഞുകൊണ്ട് ഉള്ളറിഞ്ഞുകൊണ്ട് സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഉള്ളൊരുകി ക്ലിയർ ആകുന്ന, കഴുകിക്കളയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലൂടെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും. ഇപ്പൊ ഹോപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് എല്ലാം നല്ല രീതിയിൽ സംഭവിക്കും എന്ന് ചിന്തിക്കലല്ല, ഇതിൽ നിന്ന് നല്ലൊരു സംഗതി ഞാൻ റെഡിയാക്കി എടുക്കും. ഈ പ്രശ്നം എന്തായിക്കോട്ടെ, എങ്ങനെ വന്നോട്ടെ, ഇതിൽ നിന്ന് നല്ലൊരു സംഗതി ഉണ്ടാകും. അത് റെഡിയായി വന്നോളും. ഇത് നല്ലതിനാണ്. ഇപ്പൊ ഈ സംഭവിക്കുന്നത് നല്ലതിനാണ്. ഇതിങ്ങനെ സംഭവിക്കേണ്ടതാണ്. ഇത് നല്ലതിനാണ്. ഇതാണ് ശരി. ഈ രൂപത്തിലൂടെ കടന്നു പോയിട്ട്, പ്രയാസത്തിലൂടെ കടന്നു പോയിട്ട് അത് റെഡിയായിട്ട് വന്നോളും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഗിൽറ്റ് ഉണ്ടാക്കുന്ന, കുറ്റബോധമുണ്ടാക്കുന്ന ഒരു തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അവിടെ അത് നല്ലതാണ് എന്ന് ന്യായീകരിക്കരുത്. നിങ്ങൾ കടന്നു പോകുന്ന പ്രയാസം നല്ലതാണ്. ആ പെയിന് നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് ഗിൽറ്റ് ഉണ്ടാക്കുന്ന, കുറ്റബോധം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ, അത് നല്ലതാണെന്ന് ന്യായീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകരുത്. അത് നമുക്ക് അപകടം കൂടുതൽ തരുള്ളൂ. നമ്മുടെ പെയിന് കൂട്ടുകയുള്ളൂ. നെവർ എൻഡിങ് പെയിനായിട്ട് അത് മാറുകയുള്ളൂ. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിലേക്ക് തിരിച്ചുവരവ് നടത്തണം. അപ്പോൾ ഈ രൂപത്തിലേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസം, ഈ ഹോപ്പ് എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ
നമുക്ക് എന്താണ് ഹോപ്പ് ഈസ് എ വേ ഓഫ് തിങ്കിങ്, ഈ രൂപത്തിലുള്ള തിങ്കിങ് ആണ്. സോ മെനി പീപ്പിൾ ഡോണ്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ്. ഹെൽമാൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അദ്ദേഹം പറയാണ്, ഹോപ്പ് റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിന്റെ സ്ഥാപകനാണ്. അദ്ദേഹം പറയുകയാണ്, മെനി പീപ്പിൾ ഡോണ്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ്. എന്താണ് ഹോപ്പ് എന്നുള്ളത് പലർക്കും അറിയില്ല, എന്തല്ല ഹോപ്പ് എന്നുള്ളത് പലർക്കും അറിയില്ല. ബീയിങ് ഹോപ്പ്ഫുൾ ഡസൻറ്റ് മീൻ എൻഗേജിങ് ഇൻ വിഷ്ഫുൾ തിങ്കിങ് ഓർ ബ്ലൈൻഡ് ഒപ്റ്റിമിസം. എന്തല്ല ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല, വല്ലാണ്ട് ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടും എന്നുള്ള ആ ചിന്താഗതി അല്ല ഹോപ്പ്. ഓർ ബ്ലൈൻഡ് ഓപ്റ്റിമിസം, എല്ലാം ഞാൻ ആഗ്രഹിച്ച പോലെ നടക്കും എന്ന് ചിന്തിക്കുന്നതല്ല ഹോപ്പ്. മനസ്സിലുണ്ടോ? ഹോപ്പ് അതല്ല. റാദർ ഇറ്റ് ഈസ് ദ ബിലീഫ് ഓർ ദ എക്സ്പെക്ടേഷൻ ദാറ്റ് ഫ്യൂച്ചർ ക്യാൻ ബി ബെറ്റർ. അതായത് എന്തും നടക്കും എന്നുള്ള, എന്തും ഞാൻ ആഗ്രഹിച്ചതുപോലെ നടക്കും എന്നുള്ള തിങ്കിങ് അല്ല ഹോപ്പ്. മറിച്ച് ഇപ്പൊ എന്ത് നടന്നോട്ടെ, ഫ്യൂച്ചർ ക്യാൻ ബി ബെറ്റർ, നാളെ അത് നല്ലതിനാകും, നാളെ അത് ബെറ്റർ ആക്കി മാറ്റും എന്നെ. ദാറ്റ് മോർ ഇമ്പോർട്ടൻ്റ്ലി വി ഹാവ് ദ കപ്പാസിറ്റി പെർസ്യൂ ദാറ്റ് ഫ്യൂച്ചർ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ആ ഒരു ഹോപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ ആയിട്ടുള്ള ആ ഫ്യൂച്ചർ അത് പെർസ്യൂ ചെയ്യാൻ എനിക്ക് അർഹതയുണ്ട്, അതെന്നെ കൊണ്ട് കഴിയും. ആ ഒരു ജീവിതം, ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് ഞാൻ ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യും എന്നുള്ള, അതെങ്ങനെയെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ എനിക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു തിങ്കിങ് ആണെന്ന് വെച്ചാൽ, അത്തരത്തിലുള്ള രീതിയിലുള്ള തിങ്കിങ് ആണെന്ത് ഈ പറഞ്ഞിരിക്കുന്ന ഹോപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ വിചാരിച്ചത് മുഴുവൻ അതുപോലെ നടക്കും എന്ന് ചിന്തിക്കുന്നതല്ല. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും അതെന്തായി മാറുന്നത്, ഹോപ്പിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ദുഃഖം തരുന്ന തൃഷ്ണയായിട്ട് മാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദുഃഖം തരുന്ന ഒരവസ്ഥയിലേക്ക് അത് കൊണ്ടുപോകും. പലപ്പോഴും അങ്ങനെ നടന്നോളണമെന്നില്ല. പീപ്പിൾ വിത്ത് മോർ ഹോപ്പ് ത്രൂ ഔട്ട് ദിയർ ലൈഫ്സ് ഹാവ് ഫ്യൂവർ ക്രോണിക് ഹെൽത്ത് പ്രോബ്ലംസ്. അതായത് നല്ല ഹോപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് കുറവായിരിക്കും. പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ട്, കാലങ്ങളായിട്ടുള്ള അസുഖങ്ങൾ, അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഹോപ്പ് കൂടുതലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറവായിരിക്കും എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. ആർ ലെസ് ലൈക്ലി ടു ബി ഡിപ്രസ്ഡ് ആയിരിക്കും അവർ, പൊതുവെ ഡിപ്രഷൻ ഇല്ലാത്തവരായിരിക്കും. ആങ്ഷ്യസ് ആയിരിക്കില്ല, വല്ലാണ്ട് ആങ്സൈറ്റി സംഗതികൾ വരില്ല. ഹാവ് എ സ്ട്രോങ്ങർ സോഷ്യൽ സപ്പോർട്ട്, അവർക്ക് വല്ലാത്തൊരു സോഷ്യൽ സപ്പോർട്ടോ സംഗതികളോ കാര്യങ്ങളോ അവരെ സംബന്ധിച്ചിടത്തോളം ടെൻ ടു ലിവ് ലോങ്ങർ, അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ നല്ല കൂടുതൽ കാലം ജീവിക്കാൻ, അതേപോലെ തന്നെ കൂടുതൽ സോഷ്യൽ സപ്പോർട്ടോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനും ഈ പറഞ്ഞിരിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം, ഹോപ്പുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു ബെനഫിറ്റ് ആണ് ഇതൊക്കെ. ഡിപ്രഷൻ വളരെ കുറവായിരിക്കും, ആങ്സൈറ്റി വളരെ കുറവായിരിക്കും, അതേപോലെ തന്നെ സോഷ്യൽ സപ്പോർട്ട്, ചുറ്റുമുള്ള ആൾക്കാരുടെ സോഷ്യൽ സപ്പോർട്ട് കിട്ടും. ആൻഡ് അവർ കൂടുതൽ ആയുസോട് കൂടിയിട്ട് ജീവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഹോപ്പ് കൂടുതലുള്ള ആൾക്കാരെ സംബന്ധിച്ചത്. അപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, അത് നമ്മൾ കൊണ്ട് നടക്കേണ്ട, കൾട്ടിവേറ്റ് ചെയ്യേണ്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഹൗ ടു കൾട്ടിവേറ്റ് ഹോപ്പ് വെൻ യു ഡോണ്ട് ഹാവ് ഇറ്റ്. നിങ്ങൾക്ക് ഒരു ഹോപ്പും ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഇത് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്യാൻ യു സീ മീ? ഹലോ? യെസ്. ഹോപ്പ് എങ്ങനെയാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുക? നമ്മൾ ഹോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ഹോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, ഓക്കെ, ഹോപ്പ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഒരു 5 സ്റ്റെപ്പ് 6 സ്റ്റെപ്പ് ഉണ്ട്, അതിൽ 6 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗീവ് യുവർ സെൽഫ് പെർമിഷൻ ടു ബി ഹോപ്പ്ഫുൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതീക്ഷ വെക്കാനുള്ള അവകാശം ചെറുപ്പം മുതലേ നിഷേധിച്ചിട്ടുള്ളൊരു സമൂഹത്തിലാണ് നമ്മളൊക്കെ വളർന്നിട്ടുള്ളത്. എല്ലാം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്, അല്ലെങ്കിൽ എല്ലാം നടക്കുമെന്ന് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവും, അല്ലെങ്കിൽ അതൊന്നും നടക്കില്ല എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു സമൂഹം നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫായിട്ട് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ പലപ്പോഴും ഓവറായിട്ട് പ്രതീക്ഷിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അത്തരത്തിലുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുക, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് പലപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മളുടെയൊക്കെ ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ, അവർ മനസ്സുകൊണ്ട് ഞാൻ താഴ്ന്ന നിലവാരത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും അർഹിക്കുന്നില്ല, ഒരു ബെറ്റർ ലൈഫ് ഞാൻ അർഹിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. അല്ലെങ്കിൽ ബെറ്റർ ലൈഫിനെ കുറിച്ച് അറിയില്ല.
എൻ്റെ ജീവിതം ഇതാണ്, എൻ്റെ ജീവിതം ഇങ്ങനെ പ്രയാസത്തിലാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇതാണ്, എൻ്റെ ചുറ്റുപാടുകൾ ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഇങ്ങനെയാണ്, ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. യെസ് ഓർ നോ? കുറേ ആൾക്കാർ, അത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. അത് അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ഫീലിംഗ് വരുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇത്രയേ ലഭിക്കൂ, എനിക്ക് ഇനി പ്രതീക്ഷയൊന്നുമില്ല, ഞാൻ കുറേ ആയിട്ട്, ഇതെൻ്റെ തലവരയാണ്, ഇതെൻ്റെ വിധിയാണ്, ഇത്രയേ ഉള്ളൂ. വെറുതെ എന്തിനാ ഒരുപാട് പ്രതീക്ഷിക്കുന്നത്? വെറുതെ എന്തിനാ ഒരുപാട് സ്വപ്നം കാണുന്നത്? വെറുതെ എന്തിനാണ്? അപ്പൊ ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തല്ല? പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ആഗ്രഹങ്ങളും നടപ്പിലാകും എന്നുള്ള രീതിയിലേക്കാട്ടിലും എൻ്റെ ലൈഫ് ബെറ്റർ ആവാനുള്ള ഒരു ഹോപ്പ് എനിക്കുണ്ട്. അല്ല എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കണം എന്നുള്ള പിടിവാശിയോ സംഗതികളോ നേരത്തെ പറഞ്ഞ പോലെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ബെറ്റർ ആവാൻ, ഐ ഡിസേർവ് ബെറ്റർ തിങ്സ്, ഞാൻ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഒരു 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 സെൽഫ് എസ്റ്റീമാണ്, ഒരു ആഗ്രഹമാണ്. അതിലേക്ക് നമ്മളെ നയിച്ച് ബെറ്റർ ആക്കി കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റും. ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ട് എന്നെ കൊണ്ടുവരാൻ പറ്റും എന്ന ഒരു തിങ്കിങ് നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്തെടുക്കണം. ആൻഡ് യു ക്യാൻ ഡു ബെറ്റർ, യു ക്യാൻ ബി ബെറ്റർ. നിങ്ങൾക്ക് ബെറ്റർ ആവാൻ പറ്റും, സാധിക്കും. അതിനൊരു സംശയം വേണ്ട. അപ്പൊ അത് ആദ്യം എന്ത് ചെയ്യണം? ഞാൻ അത് അർഹിക്കുന്നുണ്ട് എന്നുള്ള ഫീലിംഗ് വേണം. ഞാൻ അർഹിക്കുന്നുണ്ട്, എനിക്ക് അർഹതയുണ്ട്, ഒരു സമാധാനമുള്ള ജീവിതം, ഒരു ബെറ്ററായ ലൈഫ് എനിക്കും, ഞാൻ അത് അർഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് എപ്പോഴും നമ്മളെ മനസ്സിൽ കൊണ്ടു നടക്കണം. നെക്സ്റ്റ് എന്താണ്? സെറ്റ് അറ്റ്ലീസ്റ്റ് വൺ മീനിങ് ഗോൾ. ഒരു ചെറിയ ഒരു ഒന്നോ രണ്ടോ ആഗ്രഹങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഗോളായിട്ട് എഴുതി വെക്കണം. പലപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ, പ്രതീക്ഷയില്ലാത്തവരായി മാറുന്നത് ജീവിതത്തിൽ ഒരു പർപ്പസ്, ഒരു അർത്ഥമില്ലാതെ വരുമ്പോഴാണ്. ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ചില ആൾക്കാരുണ്ട്, കാരണം നിങ്ങൾ ഒരു നേട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു സന്തോഷം വരുമ്പോൾ അത് ഷെയർ ചെയ്യാൻ ആരുടെ കൂടെയാണ് ഷെയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ബ്ലഡ് റിലേറ്റഡ് ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ മക്കളാവാം, നിങ്ങളുടെ മാതാപിതാക്കളാവാം, നിങ്ങളുടെ ജീവിത പങ്കാളിയാവാം. അവർക്ക് ചിലപ്പം പോരായ്മകൾ ഉണ്ടാകാം, പക്ഷേ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയിൻ വരാറുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും വേദന വരാറുണ്ട് എന്നുള്ള ആ ഒരു ഫീലിങ്ങിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരായിരിക്കും ചിലപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീപ്പിൾ അതാരാണ് നിങ്ങളുടെ ജീവിതത്തിൽ? വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ. ആ വ്യക്തികൾ, ആ വ്യക്തികളുടെ കൂടെ സന്തോഷം പങ്കിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ കൂടെ ആയിരിക്കാം നിങ്ങൾ സന്തോഷം പങ്കിടുന്നത്. അവര് അവരുടെ കൂടെയുള്ള ആ ജീവിതം, ആ ജീവിതത്തിൽ അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത്. ടു ഹും യു ആർ ലിവിങ് ഫോർ. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും എന്താ വെച്ചാൽ, നമ്മൾ ഈ മനുഷ്യൻ വല്ലാണ്ട് ദുഃഖിതനാവുന്നതിൻ്റെ റീസൺ സ്വന്തത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോഴാണ്. ഞാൻ, എനിക്ക്, എൻ്റെ എന്ന് ചിന്തിക്കുന്നിടത്താണ് ദുഃഖം കൂടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഹാപ്പിനെസ് വേണം. പക്ഷെ ആ എൻ്റെ ഹാപ്പിനെസ് എങ്ങനെയാണ് കിട്ടുന്നത്? വേറൊരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നന്മ ചിന്തിച്ചുകൊണ്ട് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള അർത്ഥവത്തായ ഒരു ലക്ഷ്യം നമുക്കുണ്ടാവുക. ഞാൻ എന്തിന് ബെറ്റർ പേഴ്സൺ ആയിട്ട് ജീവിക്കണം? ഞാൻ എന്തിന് നല്ലൊരു വ്യക്തിയായി ജീവിക്കണം? ഞാൻ എന്തിന് ഒരു 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 ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് ജീവിക്കണം? ഞാനൊരു ബെറ്റർ വ്യക്തിയായിട്ട് ജീവിക്കണം. ഞാൻ ജീവിക്കേണ്ടത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഇവരുടെ കൂടെ സമയം, നല്ലൊരു ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യാനാണ്.
ആ ഒരു തിങ്കിങ്, ആ ഒരു കാരണം ഉണ്ടാകും. അങ്ങനെ ഒരു കാരണമുള്ള ഗോള്, മീനിങ് ഫുൾ ഗോൾ എന്നാണ് പറഞ്ഞത്, ജസ്റ്റ് ഗോളല്ല, അർത്ഥപൂർണമായ, അർത്ഥമുള്ള, അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നന്മ, നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവരെയും കൂടെ ജീവിതത്തിൽ ഹാപ്പിനെസ് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ഗോൾ ഉണ്ടാകുമ്പോൾ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മുടെ ഗോളിനെ ഒന്ന് കണക്ട് ചെയ്യുക, ടൈ ചെയ്യുക. കാരണം മനുഷ്യനൊരു നീഡുണ്ട്, സെൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന നീഡ് ഉണ്ട്. 6 നീഡ്സ് ഉണ്ട്. അത് ഞാൻ വേറെ ദിവസം ക്ലാസ്സിൽ പറഞ്ഞുതരാം. അതിൽ മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട നീഡാണ് ഹാപ്പിനെസ് കൊണ്ടുവരാൻ, സോളിന് ഭയങ്കര സന്തോഷം ലഭിക്കാൻ, മനസ്സിന് വല്ലാത്ത വികാസവും സോളിന്, ആത്മാവിന് വല്ലാത്ത വികാസവും ലഭിക്കാൻ സഹായിക്കുന്നൊരു ഗോളാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ സെൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ, നീഡ്. ഈ സെൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഞാനൊരു അതിൻ്റെ ലിസ്റ്റ് ഞാൻ എന്തായാലും പറയാം. ഫസ്റ്റ് എന്ന് പറയുന്ന മനുഷ്യന് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതാണ്? സേഫ്റ്റിയാണ്. രണ്ടാമത്തത് വെറൈറ്റിയാണ്. മൂന്നാമത്തത് സിഗ്നിഫിക്കൻസ് ആണ്. നാലാമത്തത് ലവ് ആൻഡ് കണക്ഷൻ ആണ്. അഞ്ചാമത്തത് സെൻസ് ഓഫ് ഗ്രോത്ത് ആണ്. ആറാമത്തത് സെൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ. അതിൽ സെൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വല്ലാത്ത ഹാപ്പിനെസ് ഉള്ളിൽ നിന്ന് വരുന്നത്. വല്ലാത്തൊരു ഒരു ഒരു നമുക്ക് നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് നമ്മളിലേക്ക് കണക്റ്റ് ആയ പോലെ ഫീൽ ചെയ്യാം. നമ്മൾ 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 വല്ലാത്തൊരു ഒരു ഒരു ഇന്നർ ലെവലിൽ നമ്മൾ കണക്റ്റഡ് ആയിട്ട് ഹാപ്പി ആയിട്ടുള്ളൊരു ഫീലിംഗ് വരുന്നു. ഒരു 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 വല്ലാത്തൊരു എനർജി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിന് എന്ന് വെച്ചാൽ അർത്ഥവത്തായ ഒരു ഗോൾ ഉണ്ടാകുമ്പോൾ സെൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന നീഡ് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾ ഹാപ്പിയാകും, ഒരു പ്രതീക്ഷ വരും, ഒരു സമാധാനമുണ്ട്. വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ മാത്രം സെൽഫിഷ് അങ്ങനെ നമ്മൾ ഈ സെൽഫിഷ് ആകുമ്പോൾ നമ്മൾ എല്ലാവരിൽ നിന്നും അകലും. അങ്ങനെ എത്രയോ അകന്ന് ഒറ്റപ്പെട്ടു പോയവരുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഗോ ബാക്ക് ടു യുവർ റൂട്ട്സ്. നിങ്ങളുടെ റൂട്ടിലേക്ക് പോവുക. നിങ്ങൾ എന്താന്ന് തിരിച്ചറിയുക, നിങ്ങൾ ആരാന്ന് തിരിച്ചറിയുക. നിങ്ങൾ ഒളിച്ചോടിയിട്ടുള്ള സംഗതികളിലേക്ക് തിരിച്ചു പോയിട്ട്, അവിടെ തിരിച്ചു പോയി സ്റ്റക്കാണെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും? കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ, ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടോ, ഒരു വല്ലാത്ത പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടോ, എങ്കിൽ ഗോ ബാക്ക് ആൻഡ് ക്ലിയർ ഇറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ നെക്സ്റ്റ് എന്താണ്? ബ്രെയിൻ സ്റ്റോം സൊല്യൂഷൻസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൊല്യൂഷൻസ് എന്ത് ചെയ്യണം? ബ്രെയിൻ സ്റ്റോം ചെയ്തെടുക്കണം. ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. പ്രതീക്ഷയില്ലാതാവുന്നതിൻ്റെ റീസൺ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴാണ്. നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുക, മറ്റു പലരോടും അഭിപ്രായം ചോദിക്കുക, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഐഡിയാസ്. ഇങ്ങനെ പ്രശ്നത്തിലാണ് ഞാനുള്ളത്. മറ്റുള്ളവരുടെ ഐഡിയാസ്, കൂടെയുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവരോടൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കുക. അതാണ് ബ്രെയിൻ സ്റ്റോമിങ്. ഹോപ്പ് അപ്പ് ഉണ്ടാകും. കാരണം നമ്മൾ കാണുന്ന ഒരു പ്രശ്നത്തിന് നമ്മൾ കാണുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷൻ അല്ലാതെ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും. നമ്മൾ ഒറ്റയ്ക്ക് ഈ സംഗതികൾ കടന്നു പോകുമ്പോഴാണ് പ്രതീക്ഷയില്ലാതാവുന്നത്, മനുഷ്യൻ തളരുന്നത്. മനുഷ്യൻ മെൻ്റലി വീക്ക് ആകുമ്പോഴാണ് പ്രതീക്ഷ നഷ്ടപ്പെടുന്നത്. മെൻ്റലി വീക്ക് ആവാനുള്ള റീസൺ ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് താങ്ങുമ്പോഴാണ്, സ്ട്രെസ്. മറിച്ച് നമ്മൾക്ക് എന്താ വെച്ചാൽ സപ്പോർട്ട് ടീം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു വിങ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത സൊല്യൂഷൻസ്, മറ്റു പല ഐഡിയാസും പല സംഗതികളും അവർ പറയുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? അത് നമ്മളെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആണോ? കോൺഫിഡൻസ് നമുക്ക് തിരിച്ചു തരും. വെരി ഗുഡ്. സോ സപ്പോർട്ട് സിസ്റ്റം. അടുത്താണ് പറയുന്നത് സപ്പോർട്ട് ടീമിന്. കോൾ യുവർ സപ്പോർട്ട് ടീം. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ, ഇപ്പോൾ ഈ സൊല്യൂഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, ചില വിഷയത്തിൽ ഐഡിയകളല്ല നിങ്ങൾക്ക് വേണ്ടത്, ജസ്റ്റ് സംസാരിച്ചാൽ മതി. അപ്പോൾ ഇന്നലെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കണ്ടൊരു വീഡിയോ ഉണ്ട്. മനുഷ്യനോട് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട്. മനുഷ്യന്മാരോട് സംസാരിച്ചാൽ, പുറത്തു പോയിട്ട് പല ആൾക്കാരോടും സംസാരിച്ചാൽ തന്നെ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറും. കാരണം നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് ഒറ്റയ്ക്കിരിക്കാനുള്ള ഫോൺ അവൈലബിൾ ആണ്, ഒറ്റപ്പെടാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ, നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ പോയി ഒന്ന് മീറ്റ് ചെയ്താൽ മതിയാവും, 3-4 ആൾക്കാരോടൊന്ന് സംസാരിച്ചാൽ മതിയാവും, പുറത്ത് ആരെങ്കിലും ഒന്ന് കണ്ടാൽ മതിയാവും. സോ ഗോ ഔട്ട് ദെയർ, മീറ്റ് പീപ്പിൾ, ടോക്ക് ടു പീപ്പിൾ. ഇറ്റ് വിൽ ഗിവ് യു ഹോപ്പ്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാനൊരു ഇൻട്രോവേർട്ടാണ്, ഞാനൊരു ആംബിവേർട്ടാണ്. അതായത് ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടിൻ്റെ മിക്സ് എന്ന് പറയും. പക്ഷേ എൻ്റെ ഉള്ളിലെന്ന് വെച്ചാൽ ഞാൻ കൂടുതലൊരു ഇൻട്രോവേർട്ടാണ്.
ഞാൻ ഒറ്റയ്ക്ക് കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരാളാണ്, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടെന്ന് വെച്ചാൽ ഈ ഒറ്റയ്ക്കിരുന്ന് ഓവർ തിങ്ക് ചെയ്ത പല പ്രശ്നങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ചിലപ്പോൾ വല്ലാണ്ട് വരും. ചില ദിവസങ്ങളെന്ന് വെച്ചാൽ തീരെ പുറത്തിറങ്ങാതെ ചിലപ്പോൾ ഇരുന്ന് പോകും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഫീൽ ചെയ്യാൻ തുടങ്ങും. ആ ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഒരു നീഡ് ഫീൽ ചെയ്യാൻ തുടങ്ങും. സോ ഐ നീഡ് ടു സ്റ്റെപ്പ് ഔട്ട്സൈഡ്. പുറത്ത് പോകണം. ആരെങ്കിലും ഒന്ന് കാണണം. അത് ചിലപ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നൊരു സംഗതി ഉണ്ടായിരുന്നു അല്ലേ? എന്താണത്? ഈ വിരുന്ന് പോകുക എന്ന് പറയും. അല്ലേ? ഫാമിലിയിൽ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക, വരിക എന്നുള്ള സംഗതികൾ. ഇന്നിപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു പ്രയാസം പോലെയാണ്. എൻ്റെ പ്രൈവസിയിലേക്ക്, എൻ്റെ ലോകത്തേക്ക് ഒരാൾ വരുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇത്തരത്തിലുള്ള സംഗതികൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ്. പണ്ടത്തെ ഒരു മെക്കാനിസം ആയിരുന്നു, പണ്ടത്തെ ഒരു സിസ്റ്റം ആയിരുന്നു ഇതൊക്കെ. ഇന്നിപ്പം സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റുന്നത് കൊണ്ട് ആൾക്കാരെ മീറ്റ് ചെയ്യും. ചില സമയത്ത് അത് മതിയാവില്ല. ആ ഇന്ററാക്ഷനോ ഈ കണക്ഷനോ മതിയാവില്ല. യു ഹാവ് ടു ഗോ ഔട്ട് ദെയർ ആൻഡ് മീറ്റ് ഇൻ റിയൽ ലൈഫ്. റിയൽ ലൈഫിൽ മീറ്റ് ചെയ്യണം. ഈ ഫോണിലോ ഈ സംഗതിയിലും മാത്രം ഇരുന്നാൽ മതിയാവില്ല. യു നീഡ് ടച്ച്. ആ ഫിസിക്കൽ റിയൽ ടച്ച് വേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ചേർന്ന് നിൽക്കുക. കറക്റ്റാണ് പറഞ്ഞത്. അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക. അവരുടെ വിശേഷങ്ങൾ അറിയുക, ചോദിക്കുക. ചുമ്മാ പോയിട്ട് അവിടെ സമയം സ്പെൻഡ് ചെയ്യുക. ദാറ്റ് വിൽ ഗിവ് യു ഹോപ്പ്. ദാറ്റ് വിൽ ഗിവ് യു, റിലീവ് യു, ദാറ്റ് വിൽ ഹീൽ യു. ദാറ്റ് ഈസ് ആൾസോ എ ഹീലിംഗ്. അതൊരു ഹീലിംഗ് ആണ്. ടാപ്പിംഗ് മാത്രമല്ല, EFT മാത്രമല്ല. ഇതല്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീൽ ചെയ്യാൻ ഒരുപാട് ഹീലിംഗ് സപ്പോർട്ടാണ് ഇതെല്ലാം. സോ ഗോ ആൻഡ് ഡു ദാറ്റ് ആസ് വെൽ. ആൾക്കാരുടെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? അത് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. നെക്സ്റ്റ് എന്താണ്? സീക്ക് ഔട്ട് സക്സസ് സ്റ്റോറീസ്. നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ സക്സസ് സ്റ്റോറീസിനെ, അവർ രക്ഷപ്പെട്ട കഥകൾ വായിക്കാം, പുസ്തകങ്ങൾ വായിക്കാം, നല്ല കഥകൾ വായിക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, സർവൈവൽ സ്റ്റോറീസ്. അത് നമുക്ക് വല്ലാത്തൊരു പ്രതീക്ഷ നൽകും. ഇത്രയും പ്രയാസം ഉണ്ടായിട്ടും അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടല്ലോ, ഞാനും എൻ്റെ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ വിസിറ്റ് സോഷ്യൽ സർവീസ് സെൻറ്റേഴ്സ്. ചില സമയത്ത് നമ്മളെന്ത് വെച്ചാൽ നമ്മൾ വലിയ പ്രശ്നത്തിലായിരിക്കും. പക്ഷെ ചില സാമൂഹ്യ സംഘടനകൾ നടത്തുന്ന പരിപാടികളിലോ അല്ലെങ്കിൽ ചില സംഗതികളിലോ ചില ഇത് പ്യൂർലി ഒന്നും പ്രതീക്ഷിക്കാതെ നന്മ മാത്രം ഉദ്ദേശിച്ച് നടത്തുന്ന വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ, അവർ സമയം ചെലവഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, അവർ നന്മ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഗോ ദെയർ, ബി വളണ്ടിയർ ദെയർ. അവിടെ വളണ്ടിയർ ആയിട്ട് വേണമെങ്കിൽ പോകാം, ഹെൽപ്പ് ചെയ്യാം. ദാറ്റ് വിൽ ഗിവ് യു ഹാപ്പിനെസ്. അല്പം നന്മ ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ആരെയാണ്? ഹെൽപ്പ് ആവശ്യമുള്ളവരാണ്. അവരുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത്? നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, RCCയിൽ പോയാൽ മതി നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും തീരാൻ. റിസർച്ച് ക്യാൻസർ സെന്റർ അല്ലേ? റിസർച്ച് സെന്റർ ഫോർ ക്യാൻസർ, ഐ തിങ്ക് സോ, യാ. അവിടെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം RCCയിൽ പോയാൽ മതി, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അവിടെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, മെഡിക്കൽ കോളേജിൽ പോയാൽ മതി, ആശുപത്രിയിൽ പോയാൽ മതി. അതോടുകൂടി നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ തീരും. അവിടെ ചെന്നിട്ട് നിഷ്കളങ്കമായിട്ട് അവിടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തു അവരുടെ കൂടെ കൂടിയിട്ട് ഏതെങ്കിലും ഒരു വളണ്ടിയറായിട്ട് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ പ്രശ്നം ചിലപ്പോൾ തീരും. സംടൈംസ് യു നീഡ് ടു ഡു ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ആൻഡ് ഇറ്റ് വിൽ ഹീൽ യു. നമ്മൾ ഞാൻ ഒറ്റയ്ക്കിരിക്കുക, ഒറ്റയ്ക്കൊന്നും ചെയ്യാണ്ട് ഒറ്റപ്പെടുക, സ്വയം ഒറ്റപ്പെടുത്തുക, ആരോട് സംസാരിക്കാണ്ടിരിക്കുക. Sometime you have to get up and go, and that's okay. It's not easy, I know, but please help yourself, because no one understand the pain that what you are going through. നിങ്ങൾ കടന്നു പോകുന്ന പെയിന് വേറെ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. Just do that, and there is hope out there. Just help yourself. Pray. അടുത്തത് എന്താ വെച്ചാൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഭയങ്കര പവർഫുള്ളാണ്. ഗോ ടു ദാറ്റ് ഹയർ പവറിലേക്ക് ചെന്നിട്ട് എന്താ വെച്ചാൽ
ചെല്ലുക, സിംപ്ലിസിറ്റിയിലേക്ക് തിരിച്ചു പോവുക. നമ്മൾ ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ് പലതും, നമ്മൾ ചിന്തിച്ചിട്ട് വലുതാക്കുന്നതാണ് പലതും. അതിനെ സിമ്പിളാക്കിക്കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളെന്ന് വെച്ചാൽ സിമ്പിൾ ലിവിങ്ങിന് എനിക്ക് ഇത്ര മതി, എനിക്ക് ഇങ്ങനെ മതി, ചില സംഗതികൾ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, എല്ലാം മനസ്സിൽ കൂട്ടി വെച്ചിട്ട് ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്കൊരു കൺട്രോളും കിട്ടില്ല. വെൻ യു ട്രൈ ടു കൺട്രോൾ ലൈഫ്, you will lose control, and then you get into depression, then you get into troubles. Don't try to control. Life will control ചെയ്യാൻ ശ്രമിക്കരുത്. ലെറ്റ് ഗോ ചെയ്യുക. കൺട്രോൾ ചെയ്യണ്ട. അതങ്ങനെ നടക്കും, ഇതിങ്ങനെ നടക്കും, അതങ്ങനെ നടക്കണം, അതങ്ങനെ നടക്കണം. ദുഃഖത്തിന് കാരണമാകുന്നത് നിങ്ങൾ എപ്പോഴാണോ കണ്ടു, അപ്പോഴാണ് നിങ്ങൾ കൂടുതൽ വീക്കാകുന്നത്. കൂടുതൽ വീക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ തിരിച്ചു വരാൻ കഴിയില്ല. സോ സ്ലോലി ലെറ്റ് ഗോ ചെയ്യുക. എന്നിട്ട് എന്ത് വെച്ചാൽ ഒരു പ്രപഞ്ച ശക്തിക്ക്, ഈ യൂണിവേഴ്സൽ പവറിന് വിട്ടുകൊടുക്കുക. എന്നിട്ട് ഞാൻ ചിന്തിച്ചിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല, ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ട് ഒന്നും ആവുന്നില്ല. ഞാൻ ലെറ്റ് ഗോ ചെയ്യാണ്. എനിക്ക് തിരിച്ച് വരണം. ഞാനതിന് റെഡിയാണ്. എന്താണോ ചെയ്യേണ്ടത് അതിന് റെഡിയാണ്. സമർപ്പിക്കാൻ, നന്മ ചെയ്യാൻ, ചെറിയ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ. അപ്പോൾ ഒരു ബാലൻസ് തിരിച്ചു കിട്ടും. അപ്പോൾ ഒരു പ്രതീക്ഷ തിരിച്ചു കിട്ടും. അപ്പോൾ ഒരു പിടിവള്ളി കിട്ടും. ഈ ഭാരം കുറക്കണം. ആദ്യം ഭാരം കുറക്കുക. അത് വേണം, അത് അങ്ങനെ വേണം, ഇതിങ്ങനെ വേണം എന്നുള്ള ഭാരം കുറക്കുക. അതങ്ങനെ ആയിരിക്കണം, ഇതിങ്ങനെ ആയിരിക്കണം എന്നുള്ള ഭാരം കുറച്ചാൽ തന്നെ സമാധാനം ഉണ്ടായാൽ അവിടെ പതിയെ ഒരു 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 സ്ട്രെങ്ത്തിൻ്റെ ചെടി വളരാൻ തുടങ്ങും. ചെറിയൊരു അത് മുട്ടിടും, അത് മുളച്ചു വരും. ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ. സോ ലെറ്റ്സ് ഗോ ബാക്ക് ആൻഡ് ഗെറ്റ് ബാക്ക് ദാറ്റ് സ്ട്രെങ്ത്. അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷനോട് അവസാനിപ്പിക്കുക. എല്ലാവർക്കും നന്മയുള്ളൊരു ദിവസം നേരുക. മറക്കരുത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായിക്കോട്ടെ, നിങ്ങൾ എന്താണോ കടന്നു പോകുന്നത് അത് നല്ലതിനാണ്, നല്ലതിലേക്ക് എത്തിച്ചേരും. എല്ലാം റെഡി ആയിക്കോളും. എവറിത്തിങ് വിൽ ബി ഫൈൻ. എവറിത്തിങ് വിൽ ബി ഫൈൻ. നിങ്ങൾ കടന്നു പോകുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവൂ. But it will work out beautifully. I don't know how, you don't know how, but have that hope. Okay? Worried avanda, ready ആയിക്കോളൂ. One by one. It will work out beautifully. Thank you so much for joining. ഇന്നത്തെ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തതിന്, കൂടെ നിന്നതിന്, ഇതെല്ലാം ഒരു പ്രതീക്ഷയാണ്. നിങ്ങൾ കൂടെ നിൽക്കുന്നു, ഞാനിവിടെ വന്ന് ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്കൊരു പ്രതീക്ഷയാണ്. Is it useful? ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആയിരുന്നോ? യെസ്, വെരി ഗുഡ്. ഇന്നത്തെ സെഷൻ വളരെ പവർഫുൾ ആവുന്ന പ്രതീക്ഷയുണ്ടായിരുന്നു, അത് സംഭവിച്ചു. സാജിദ്, താങ്ക് യു. ഡു യു ബിലീവ് ഇൻ ഡെവിൾ ഐസ്? അഫീഫ, ഓക്കെ. ഡെവിൾ ഐസിൽ, അതായത് ഈവിൾ ഐസ് ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ, അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഈവിൾ ഐ ആണോ? എനിക്കറിയില്ല എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്. എനിവേ, ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ഉപകാരമുണ്ടോ? നിങ്ങൾക്ക് ഉപകാരമുള്ള ചിന്തകളും വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും മാത്രം കൊണ്ട് നടക്കുക. നല്ല ചിന്തകൾ കൊണ്ട് നടക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിലേക്ക് പോയി ദുഃഖിച്ച് വിഷമിച്ച് സംഗതികളിലേക്ക് പോകുന്നതിന് പകരം തിങ്ക് പോസിറ്റീവ്, ഫീൽ പോസിറ്റീവ്. നല്ല കാര്യങ്ങളിലൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകും. ഹീല് ചെയ്യുക പരമാവധി. നിങ്ങളുടെ എനർജി ലെവൽ കൂട്ടുക. അപ്പോൾ ബാക്കി എന്ത് സംഗതികളുണ്ടോ ഇല്ലയോ എന്നുള്ളതും നിങ്ങളുടെ വിഷയമല്ല. നിങ്ങളുടെ ഹയർ ഫ്രീക്വൻസി കൂട്ടിയാൽ മതി കേട്ടോ. അതുണ്ടാകാം, അതില്ലാതിരിക്കാം, വട്ട് എവർ ഇറ്റ് ഈസ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇഫ് യു ഹാവ് ഹയർ എനർജി. ആം ഐ റൈറ്റ്? ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഓൾ. ഇനി അതുണ്ടെന്ന് വെച്ചോ, ഈ ഹയർ എനർജി ബബിൾ ഉണ്ടെങ്കിൽ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഷീൽഡാണ് ഹയർ എനർജി. അത് ഏൽക്കൂല. ഞാൻ അതില്ലെന്ന് വിചാരിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ തലക്കെടുത്ത് വെക്കുന്നത്? കാരണം ഇതുവരെ തെളിയിക്കപ്പെടാത്ത, എന്നാൽ ഉണ്ടെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അപ്പം ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങളിപ്പം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ചർച്ച.
നിങ്ങൾക്ക് എനർജി നിങ്ങളുടേത് ഹയർ ആണ്. മാറ്റർ ഈസ് ഹൗ യു ആർ പ്രൊട്ടക്റ്റഡ് എനർജറ്റിക്കലി. നിങ്ങളുടെ എനർജി ഹയർ ഫ്രീക്വൻസിയിൽ അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഡു ദാറ്റ്. അത്രേ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. താങ്ക് യു. അമേസിംഗ് സെഷൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. സോ വെരി പവർഫുൾ സെഷൻ. വളരെ സ്ലോലി എടുത്ത് ഗിവ് മീ എ ഹോപ്പ്. താങ്ക് യു. എക്സാക്ട്ലി. ഇറ്റ് വാസ് എ പവർഫുൾ ക്ലാസ്. താങ്ക് യു സോ മച്ച്. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ, നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഒരുപാട് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരും, നമ്മൾ പ്രതീക്ഷിക്കാതെ വരും. പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. നമ്മളാകെ വേണ്ടത് എല്ലാവരോടും കമ്പാഷൻ നിലനിർത്തുക. വേറൊരാൾ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ സന്തോഷിക്കാതിരിക്കുക, അതിൽ ആനന്ദിക്കാതിരിക്കുക. വേറൊരാൾ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ആനന്ദിക്കാതിരിക്കുക. കാരണം അയാൾ കടന്നു പോകുന്നത് എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല, അവർ കടന്നു പോകുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ വേദനയിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ അയാളുടെ വേദനയിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീക്കാണ്, നമ്മൾ താഴത്താണ്, നമ്മൾ അസൂയ ഉള്ളത് കൊണ്ടാണ് അയാളുടെ വിഷമത്തിൽ സന്തോഷിക്കുന്നതെന്ന് പറയാം. ഒരാളുടെ വിഷമത്തിൽ നമ്മൾ സന്തോഷിക്കുന്നത്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ നമ്മളെല്ലാവരുടെയും വിഷമങ്ങൾ മനസ്സിലാക്കി, പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ആ ഒരു വലിയ മനസ്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. ഇതൊന്നും ഈസി അല്ല, ബട്ട് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കേട്ട് അവയർനെസ് ഡെവലപ്പ് ചെയ്ത് തിരിച്ചു വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ പറഞ്ഞതുപോലെ കേട്ടോ, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു പറഞ്ഞു. ഞാൻ 0-യിലായിരുന്നു, ഇപ്പോൾ എനിക്കൊരു ഹോപ്പ് ഉണ്ട്. അനു, ഡോണ്ട് വറി, യു ഹാവ് ഹോപ്പ്. ഇതേപോലെ തന്നെയാണ് പലരും, എല്ലാവരും. നമ്മളൊക്കെ ഒന്നല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് ആ ഒരു സ്റ്റേജിൽ എല്ലാവരും ഓരോ 0-യിലാണ്. ഞാനൊരു 0-യിലാണ്, നിങ്ങൾ വേറൊരു 0-യിലാണ്. പലരും പല തരത്തിൽ, പല സാഹചര്യങ്ങളിൽ, പല സിറ്റുവേഷനുകളിൽ 0-യിലൂടെ കടന്നു പോവുകയാണ്. ആൻഡ് ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. അറ്റ് ദ സെയിം ടൈം നമ്മൾ പല മേഖലയിലും നമ്മൾ ടോപ്പിലാണ്. നിങ്ങളെപ്പോലെ കവിത എഴുതാൻ കഴിയുന്ന വേറെ ആരുമില്ല, നിങ്ങളെപ്പോലെ പാട്ട് എഴുതാൻ കഴിയുന്ന ഒരാളുണ്ട്, നിങ്ങളെപ്പോലെ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്ന ആൾ വേറെയില്ല, നിങ്ങളെപ്പോലെ ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്ന വേറെ ആളുമില്ല. നിങ്ങളെപ്പോലെ, നിങ്ങളിൽ സൗന്ദര്യമുണ്ടോ, നിങ്ങളിൽ കഴിവുണ്ടോ, നിങ്ങളിൽ നന്മയുണ്ടോ, നിങ്ങളെപ്പോലെ നന്മയുള്ള വ്യക്തി വലുപ്പം വേറെ ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങളെപ്പോലെ, നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം, നിങ്ങളെപ്പോലെ ആ രീതിയിൽ സ്നേഹിക്കുന്ന, നിങ്ങളെപ്പോലെ. സോ ഒരുപാട് കാര്യത്തിൽ നിങ്ങൾ പുലിയാണ്, നമ്മളെല്ലാവരും പുലികളാണ്. അമേസിങ്. ചില കാര്യങ്ങൾ നമുക്ക് സാഹചര്യങ്ങൾ കൊണ്ടോ പ്രയാസങ്ങൾ കൊണ്ടോ ബുദ്ധിമുട്ടുകളോ ചിലപ്പോൾ നമ്മളൊന്ന് 0-യിലായിപ്പോയി. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഹോപ്പ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ ക്ലാസ്. നമുക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു റജീല, താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടാവില്ല, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ അവസരം തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ മാത്രം അങ്ങോട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെട്ടു. നന്ദി. ഹലോ, താങ്ക് യു സാർ. യു ആർ വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Thank you. അനുഗ്രഹങ്ങൾക്ക് താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you. Wonderful. Thank you, Siddhartha. Thank you so much for joining. Thank you, sir. Thank you, sir. താങ്ക് യു സാർ. Thank you, sir. ഇന്നത്തെ മെഡിറ്റേഷൻ നന്നായിരുന്നു സാർ, വളരെ ഉഷാറായി. Very good, very good. Thank you, sir. Afila, thank you so much. Shakila, thank you so much. Mariam, thank you so much. Very good. എങ്ങനെ? മെഡിറ്റേഷൻ കുറച്ച് ഡൗൺ ആയിപ്പോയി. ആ മെഡിറ്റേഷൻ ലോങ് ആയത്, അതെ, മെഡിറ്റേഷൻ ലോങ് ആവട്ടെ. ഇത്ര 30 മിനിറ്റ് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ലോങ് അല്ല സർ, ഇത് നെറ്റ് ഡൗൺ ആയതാണ്. നെറ്റ് ഡൗൺ ആയതാണ്, അത് കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് കേൾക്കാൻ പറ്റില്ല, പകുതിയെ കേട്ടുള്ളൂ, പകുതി പിന്നെ നെറ്റ്. ഡോണ്ട് വറി, റെഡി ആയിക്കോ. ഓക്കെ, മെഡിറ്റേഷൻ സൂപ്പർ ആയിരുന്നു സാർ. വെരി ഗുഡ്, വെരി നല്ല ഗുഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, വെരി ഗുഡ്. ഓൾറൈറ്റ്, ഷക്കീല, ഐ തിങ്ക് നിങ്ങളാണ് തോന്നുന്നത്, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്, വെരി ഗുഡ്.
ഓക്കെ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ, ടേക്ക് കെയർ. ഓക്കെ, അപ്പം അടുത്ത ദിവസം കാണാം പറഞ്ഞ പോലെ. താങ്ക് യു സോ മച്ച്. സ്റ്റേ ഹോപ്പ്ഫുൾ. അത്രയേ ഉള്ളൂ പറയാനുള്ളത്. താങ്ക് യു.